എല്ലാവർക്കും നമസ്കാരം. രേണുസുതി തന്നെയാണ് വിഷയം. രേണുസുതി ഇപ്പം ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു മൂവി മീഡിയ ഒറിജിനൽ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ചാനൽ വന്നിട്ട് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിക്ക് അസുഖം വന്നത് എങ്ങനെയാണെന്നോ അതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്ക് ഇന്റർവ്യൂ ഒന്ന് കേൾക്കാല്ലേ? സാധാരണ രോഗമായിട്ട് എനിക്കൊന്ന് ഞാൻ വീണ്ടും കരിഷ്മനെ പറയാവോട് പറയുന്നത് സെലിബ്രിറ്റികൾക്ക് വരുന്ന രോഗം പോലെ അതിനെന്താണ് എന്റെ മോനെ ഈ രോഗമായിട്ട് കിടന്നാൽ എയറിലാണല്ലോ അതൊക്കെയാണ് ഒരു ഭാഗം. രേണുസുതി എന്ന് പറയുന്ന ഒരാള് പെട്ടെന്നൊരു വരവാണ്, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഓർത്തിട്ടാണ് ആൾക്കാരെ. പക്ഷെ അങ്ങനെയല്ല, ലാലേട്ടൻ അദ്ദേഹത്തെ കാണാനൊക്കെ സാധിച്ചത് വളരെ വലിയ സന്തോഷം. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ലാലേട്ടൻ രേണുസുതി നമ്മളെ വിളിച്ചതിന് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കുറച്ച് ബ്ലോഗർമാരുണ്ട് എന്നെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ബ്ലോഗർമാരുണ്ട്. അതായത് ഇപ്പോൾ രേണുസുതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ വരുന്നത് സെലിബ്രിറ്റിക്കാണെന്നാണല്ലോ. അപ്പോൾ രേണുസുതി എന്തോ വലിയൊരു സെലിബ്രിറ്റി ആണെന്നുള്ളതാണ് രേണുസുതി കരുതുന്നത്. ഞാൻ രേണുസുതിനെ കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നതല്ല കേട്ടോ. രേണുസുതി അങ്ങനെയൊന്നും പറയരുത്. ഇത് എല്ലാ ആളുകൾക്കും വരുന്നതാണ് ക്യാൻസർ. ഇപ്പോൾ നിസ്സാര ഒരു പനി വന്നാൽ തന്നെ നമ്മുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ഈ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ക്യാൻസർ ചികിത്സാ സെൻ്ററിലൊക്കെ പോയി നോക്കുക. ഇപ്പോൾ തൃശ്ശൂർ അമല ഹോസ്പിറ്റലൊക്കെ പോയി നോക്കുക. അപ്പോൾ രേണുസുതി അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ എല്ലാവരും ഉള്ളവരൊക്കെ സെലിബ്രിറ്റികളായിട്ടാ? അതല്ല, അതങ്ങനെ കരുതാനേ പാടില്ല. മനസ്സിലായില്ലേ? ഇൻ്റർവ്യൂ കൊടുക്കുന്നതല്ലാണ്. പക്ഷേ രേണുസുതിയുടെ പൊട്ടത്തരമാണ് ഈ പ്രശ്നം. കാരണം അതാണ് എല്ലാവരും ഈ വൈറലാക്കി വിടുന്നതിൻ്റെ കാര്യം. മനസ്സിലായില്ല? ബാക്കി കാണാം. ഓക്കെ, ബാക്കി ഇങ്ങോട്ട് കേൾക്കും. അതുപോലെ പുതിയൊരു തിരക്കുണ്ട് അവരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരെ ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പേടിച്ചത് മനസ്സിലായി. വലിയ ഉദാഹരണമാണ് എന്റെ രോഗം വന്നപ്പോൾ പോലും മേയറിലാണ് ആരാണ് ചേച്ചിയാണ് നമ്മൾ അപ്പോൾ ഓണാണ് ഓണത്തിലൊത്തിരി അസുഖം. ഞാൻ ജോലികളൊന്നും ചേച്ചിയെ കാണാൻ വേണ്ടി അന്ന് ഞാൻ അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം രേണുവിനെ കാണാനായിട്ട് വന്നത് കഴിഞ്ഞ മാസം 21-ാം തീയതി വന്നു. അന്ന് കണ്ടു പോയപ്പോൾ വളരെ വിഷമിച്ചിട്ടാണ് പോയത്. കാരണം കണ്ണ് നിറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ രേണു ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലോഗ് ഷെഫീന ബിബി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബിബി എന്ന് പറഞ്ഞ പുതിയ യൂട്യൂബറാന്ന് തോന്നുന്നു. ഞാൻ കാണുമ്പോൾ അയാൾ നേരത്തെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അവരുടെ കാര്യം പറയാനായിട്ട് വന്നതാണ്. കാരണം ഇവർ ഈ നിരന്തരം പിന്തുടർന്നിട്ടാണ് ഇപ്പം ഈ രേണുസുതി ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ സ്ട്രൈക്ക് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്തമാനത്തിനും വാഗ്വാദത്തിനും ഇടവന്ന്. അത് മെയിനായിട്ട് ഞാൻ അതിനെ കുറ്റം പറയുള്ളൂ. അതിൻ്റെ ബ്ലോഗ് ഈ മുടിഞ്ഞ തമ്പനയിലുണ്ടല്ലോ, അത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. മനസ്സിലായില്ല? ആങ്കർ ചോദിച്ച ചോദ്യത്തിന് രേണുസുതി ഉത്തരം പറഞ്ഞു. പക്ഷേ ഈ ബിബി ഹെയർ എന്ന് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു. അതിന് തിരിച്ച് മറുപടി പറഞ്ഞൂടെ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പം രേണുസുതി പറഞ്ഞത് ശരിക്കും അവനെ പൊട്ടിക്കേണ്ടതാണ്. ആർക്കിട്ട് അതിനിട്ട്. പക്ഷേ അവന് എന്നെ ആങ്കറിനെ തരണം. ആ രീതിയിലാണ് ഇപ്പോൾ രേണുസുതി പറഞ്ഞു വന്നത്. മനസ്സിലായില്ലേ? ബാക്കി കേൾക്കാം നമുക്ക്. അതിന് ഫസ്റ്റ്
ഇപ്പൊ ഡയറക്റ്റാണ് സാധാരണ നമ്മള് കയ്യിൽ മെയിനിൽ വെക്കുന്ന കാനലിൽ സാധാരണ എങ്ങനെയായിരുന്നു അതായത് ഇതിലിപ്പോൾ രേണുസുതി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3rd സ്റ്റേജ് കഴിഞ്ഞു, ക്യാൻസർ 4th സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. അടുത്ത കീമോയ്ക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കൊല്ലം ഓണമൊന്നുമില്ല. ഓണം ഈ കൊല്ലം ഇല്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ലാലേട്ടൻ്റെ വീട്ടിലായിരുന്നു, ലാലേട്ടൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടന്നോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ വഴിയിലോട്ട് വരാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഈ ഇൻ്റർവ്യൂ തന്നെ ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചില ഭാഗങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ രേണു പിന്നെ ഷൂട്ടിങ്ങിന് പോയതും ആൽബത്തിന് ഷൂട്ടിങ്ങിന് പോയ കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ പറഞ്ഞത്. അതൊന്നും നമുക്കറിയണ്ട. ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളപ്പോൾ ഞാൻ കൊണ്ടിരുന്നു. മനസ്സിലായില്ല? ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ലാസ്റ്റ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് തീർന്നത് എങ്ങനെയാണ് അത് തോന്നും, പക്ഷേ അതാണ് ചെയ്ത് കുറ്റബോധം അവസാനിച്ചത്. അത് ആദ്യം കണ്ടിട്ടില്ല. അത് ഇത്ര പേര് അതിന് റിയാക്ട് ചെയ്തിരിക്കണം. ഓരോ വീട്ടമ്മമാരും ഒരു റിയാക്ട് ചെയ്തു. അത് വല്ലാത്തൊരു എയറിൽ പോയിരിക്കുകയാണ്. പക്ഷേ ചെയ്തപ്പോൾ ബിഗ് ബോസിലേക്ക് താല്പര്യമില്ലാതെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് താല്പര്യമില്ലാതെ ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ എന്താ പറയാ, എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, ഒരുപാട് പേര് നമ്മളോട് അറിയില്ല എങ്ങനെയാണെന്ന് നമുക്ക് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ പോയി. പക്ഷെ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഏതൊരു വ്യക്തിയാണെങ്കിലും വോട്ട് കിട്ടി അവിടെ നിൽക്കട്ടെ ആണല്ലോ. ഇപ്പൊ ഇത്രയും സീസൺ 7 വരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് 8 ആയി. ഇതുവരെ നോക്കിയപ്പം എല്ലാവരും മിക്ക കണ്ടസ്റ്റന്റും എവിക്റ്റ് ആയിട്ടാണ് പോകാൻ. പക്ഷെ ഞാൻ മാത്രം രേണുസുതി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആയിട്ടില്ല. ആ നിൽക്കുന്ന അന്ന് വരെ എനിക്ക് വോട്ടുണ്ടായിരുന്നു. അനീഷായാലും എനിക്കായിരുന്നു വോട്ട്. അത് കാണിച്ചായിരുന്നു. അതേ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസിയുടെ എന്തോ ഒരു കാര്യം പറഞ്ഞു. ആ നാരുടെ പോട്ടെ, അത് വിഷയമില്ല. ഇപ്പം ഈ ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാതാണല്ലോ ചേച്ചി പോയതെന്ന് ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, അവർ ചാനലുകാരൻ. അപ്പോൾ താല്പര്യം ഇല്ല എന്നല്ല പറഞ്ഞത്, നമുക്ക് പോകണം. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വേക്കൻസി വന്നു, നമ്മളോട് ഇങ്ങനെ പോരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നതാണ് പറയുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് ക്വിറ്റിൻ്റെ എന്തൊക്കെ കുറച്ച് കാര്യം പറയുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇതിലെന്തോ പറയുന്നുണ്ട്, അതിപ്പം കിറ്റുമായിട്ട് കോൺടാക്റ്റ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. രേണുസുതി പറഞ്ഞു വരുന്നുണ്ട്, അത് നോക്കാം. ഭയങ്കര സന്തോഷം. വന്നപ്പോൾ എന്നോട് സംസാരിച്ചു, ഫോട്ടോ കാണിച്ചു തന്നെ രണ്ടുപേർക്കും എൻ്റെ സുഖം അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യം ഉണ്ടായിരുന്നു. ഞാൻ അവളോട് വേറൊന്നും പറഞ്ഞു. ഞാനോട് നീ ആ ഹെയറിൻ്റെ പേരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കുഴപ്പമില്ല ചേച്ചി, സോറി ചേച്ചി, ഞാൻ അന്നേ സോറി. ഞാൻ പറഞ്ഞ എനിക്ക് അറിയാറില്ല ആ ഒരു ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു അത് ഗെയിമായിരുന്നു. എനിക്ക് ഞാൻ തിരിച്ച് ഗെയിമായിരുന്നു കേട്ടോ, സോറി, ഞാൻ നിന്നെ വിഷമിച്ചിട്ടുണ്ടെ സോറി എന്ന് അവൾ സോറി പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു, മോളെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല, അപ്പം എൻ്റെ അനുഗ്രഹം ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് ഞാൻ അവളോട് നീ കുറച്ചെങ്കിലും ആഹാരം കൂടുതൽ നീയാണ്. ഞാൻ അരി നിന്നോട് ഇവളൊക്കെ എനിക്ക് വിഷമം ചേച്ചി വന്ന് ഉണ്ടാക്കി തരാൻ എന്നിട്ട് മാറി ഇരിക്കുമ്പോൾ അവൾ കൂടുതൽ എനിക്ക് തരുമായിരുന്നു. അതിൻ്റെ അകത്ത് ഇതിപ്പോൾ മനസ്സിലായി. ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഈ ഒരു ട്യൂമറുണ്ടായിരുന്നു.
അതായത് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ കിറ്റുവിൻ്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ചോദിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഇവർ രേണുസുതി പോണ സമയത്ത് ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് താരം ഉണ്ടായിരുന്നു. ഞാൻ അവരെ അത്ര മൈൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവർ ഈ രേണുസുതിയായിട്ട് ഭയങ്കര ലോകിയായിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അപ്പം ഈ ലൊക്കേഷനിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനോ അതുപോലെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഈ ബിഗ് ബോസിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഭക്ഷണങ്ങളൊക്കെ കണ്ടവനെ വാരി കോരി തരുമായിരുന്നു. രേണുസുതിയുടെ വിശപ്പ് മാറ്റുമായിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കിറ്റുവിൻ്റെ പ്രശ്നം പറയാൻ വന്നതാണെന്ന് വെച്ചാൽ അത് കിട്ടിയില്ല. ഞാൻ പറയാം, ഇതിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടും കൂടി പറയാം. അപ്പോൾ ഇപ്പം എന്താണ് ഈ ആങ്കർ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്യാൻസർ വന്നതെന്ന് പറഞ്ഞാണ്. അപ്പോൾ രേണുസുതി പറഞ്ഞ വിവരം ഇപ്പോൾ കേട്ടല്ലോ, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇത് വന്നതെന്നാണ് പറയുന്നത്. ഇതാണ് ഈ രേണുസുതിയോട് ആൾക്കാർക്കുള്ള വെറുപ്പിനുള്ള കാരണം. വെറുപ്പ് പൊട്ടത്തരേ പറയത്തുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട്, പെൺകുട്ടിയോടും ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഇങ്ങനെയാണ് നിനക്ക് ഇതുപോലുള്ളൊരു അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ എത്ര വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. എന്നിട്ട് 10ാം ക്ലാസ് മുതൽ ഇത്രയും കാലം ഈ 34-35 വയസ്സ് വരെ ഇത് വെച്ചോണ്ട് നടന്നു പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ട് ഇത് ഭാവിയിൽ ഇത് ഇങ്ങനെ ആയി തീരും എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടതെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർ അത് ഫാമിലി ആയിട്ട് ഇവരുടെ ഈ മറ്റേ രേണുസുതിയുടെ അച്ഛനും അമ്മയ്ക്കായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് പറയത്തില്ലേ. ഞാൻ ചോദിക്കട്ടെ, രേണുസുതി കല്യാണം കഴിഞ്ഞാണ്. രേണുസുതി കൊല്ലം സുധീനെ കല്യാണം കഴിച്ചു. രേണുസുതി പ്രഗ്നൻ്റായി. അതിൽ ഋതപ്പനുണ്ടായി. ഇപ്പോൾ ഈ ഋതപ്പന് മുല കൂട്ടുന്ന സമയത്ത് ഈ പാലല്ലേ കൊടുക്കുന്നത്, നിന്റെ മുലപ്പാൽ തന്നെയല്ലേ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നീ ഒരു വട്ടം പറഞ്ഞതാണ്. പക്ഷേ പിന്നെ ഈ ആങ്കർ ചോദിക്കുന്ന സമയത്ത് ഇതേ വിവരം തന്നെയാണ് പറയുന്നത്. ഇത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നീ ഒന്നും ഇങ്ങനെ ഇപ്പോൾ ഇരിക്കും തോന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഋതപ്പന് നീ മുലപ്പാൽ കൊടുക്കുമ്പോൾ ഈ ക്യാൻസർ ഉള്ള വ്യക്തി നീ ഇങ്ങനെ മുലപ്പാൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്യാൻസർ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നീ ഈ കുട്ടിയെ മുല കൂട്ടി വളർത്തി? അതോ മിൽമപ്പാൽ വാങ്ങിയിട്ട് തിളപ്പിച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തത്? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ നിന്നോട് എനിക്കൊരു വെറുപ്പൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിന്റെ ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ ജനങ്ങൾ നിന്നെ റിയാക്ട് ചെയ്യുന്നത്. അതാണ് ഈ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ഏറി കയറ്റി വിടുന്നതിൻ്റെ കാര്യം. മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ 10ാം ക്ലാസ് ഇത്രയും കാലം വരെ നീ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഇത് ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുവിധപ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും കാലമൊന്നും ഈ ആൾ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇത് നീ ഈ ബിഗ് ബോസിലോ ഗൾഫിലൊക്കെ ഇവിടെ ബിഗ് ബോസിലല്ല, ഇതിൻ്റെ ഇടയിൽ ഗൾഫിലൊക്കെ എന്തോ പ്രോഗ്രാമിനൊക്കെ പോയല്ലോ, ആ സമയത്ത് അങ്ങോട്ട് ഉണ്ടായ ഒരു സംഗതിയാണ്. പക്ഷെ നീ അത് അപ്പം നിനക്ക് അത്ര കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ ഡോക്ടറുമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതാണെന്നുള്ള മനസ്സിലായി. സംഭവം സത്യാവസ്ഥ അതല്ലേ. അതല്ലാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോടൊന്നും ഒരു ഡോക്ടർ ഇങ്ങനെ പറയത്തില്ല. അത് രക്ഷിതാക്കളെ വിളിച്ച് മാതാപിതാക്കളെ വിളിച്ച് പറയും. അത് ഈ നിന്റെ കാര്യം തന്നെ ആരായാലും, ഏത് പെൺകുട്ടിയായാലും ഏത് ആൺകുട്ടിയായാലും ഏതൊരു വ്യക്തിയായാലും പ്രായമായിരുന്നാലും വയസ്സായാലും ഒരു ചെറുപ്പക്കാരൊക്കെ ആയാലും ആരായാലും ഇങ്ങനെയുള്ള അസുഖമായിട്ട് പോകുന്ന ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആണെന്ന് കാണുമ്പോൾ ഡോക്ടറെ ചെക്ക് ചെയ്യാൻ പോവുക. ഒരാൾ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല. മനസ്സിലായില്ലേ? എന്ത് പോഴത്തരാണ് നീ പറയുന്നത്? മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇത് പറയാനാണ് ഒരുപാടുണ്ട്. ഈ വീഡിയോ തന്നെ അല്ല, ഈ 1.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ. ഒരു സിനിമ പോലും ഇത്ര ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഒരുപാട് സമയമുണ്ട്. ഇതിൽ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ക്യാൻസറിൻ്റെ കൂട്ടവും അതുപോലുള്ള ചില കാര്യങ്ങൾ. ശരി എന്നാൽ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും കാണാം. ബൈ. അടുത്ത വീഡിയോ ആയിട്ട്.